കാരക്ക വേണോ? കാരക്ക നമുക്ക് കുറച്ച് കാരക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയ പാടെ ഞാൻ കഴുകി പച്ചയ്ക്ക് തന്നെ കഴിച്ചു. ചെറിയതായിട്ടൊന്ന് പഴുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ചേച്ചിയാണ് എനിക്കിത് കൊണ്ട് തന്നത്. അപ്പോൾ കിട്ടിയ പാടെ ഞാൻ ഒന്ന് രണ്ട് കഴിച്ചു. അപ്പോൾ കഴിച്ചപ്പോൾ തന്നെ ഇത് അച്ചാറിടണോ ഉപ്പിലിടണോ എന്നൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഉപ്പിലിടാന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ഉപ്പിലിടാനാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഭരണിക്കകത്തിടണം, അതല്ലെങ്കിൽ ചില്ല് കുപ്പിയിലിടണം. അപ്പം നമ്മുടെ കയ്യിൽ ഭരണി അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്കൊരു ചില്ല് കുപ്പിയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കണം. നന്നായിട്ട് വെള്ളം തിളപ്പിച്ച ശേഷം അതിനെ ആറാനായിട്ട് വെക്കുക. ഇനി ആറിയ വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തത് ചെയ്യേണ്ടത് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന കാരക്ക നമുക്ക് കുറേശ്ശെ നമ്മുടെ ആ ചില്ല് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ കാരക്ക ഒരു ലെയർ ഇടുക. പിന്നെ അതിനകത്തേക്ക് നമ്മൾ പച്ചമുളകാണ് എടുത്തേക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാന്താരി കിട്ടുകയാണെങ്കിൽ അതും എടുക്കാം. അപ്പോൾ കാന്താരി ആണെങ്കിലും പച്ചമുളകാണെങ്കിലും രണ്ടായിട്ട് കീറി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ അതിങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ട ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന്, അതായത് നമ്മുടെ ആ കാരക്കയുടെ മുകളിൽ 1 ഇഞ്ച് വെള്ളം പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ അങ്ങനെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ച ദേണ്ട കാരക്ക ഉപ്പിലിട്ടതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതൊരു 2 ദിവസം കഴിഞ്ഞിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് ഒരുപാട് ദിവസം വെച്ചിരിക്കാൻ കൊള്ളത്തില്ല, ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. എന്നാലും കഴിവതും 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്കിത് കഴിച്ച് തീർക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബൈ.